ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമുക്ക് രണ്ടാഴ്ചയ്ക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതിപ്പോൾ സമയം 5:45 കേട്ടോ. എനിക്ക് പോകാറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് നോക്കി, കോട്ട് ജാക്കറ്റ് ഇടണോ വേണ്ടതെന്ന് നോക്കാനായിട്ട് വെതർ റിപ്പോർട്ട് എടുത്തപ്പോൾ അത്യാവശ്യം നല്ല കാറ്റും തണുപ്പും ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ വേഗം ഇപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ കിടക്കുന്ന ഡ്രസ്സുകൾ എടുത്തിടാണ് കേട്ടോ. അപ്പോൾ അകത്തേക്ക് അല്ലെങ്കിൽ ഉച്ചവരെ ഇടാറുണ്ട്. അപ്പോൾ ഉച്ചത്തെ ഒരു കുറച്ച് ചൂടും കൂടി ഒന്ന് തട്ടിയതിന് ശേഷം എടുക്കാറ പതിവ്. അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വരുമ്പോഴത്തേക്കും എല്ലാം വീണ് പോയാലോ എന്ന് ഓർത്ത് വേഗം അതെടുത്ത് സോഫയമേ ഹാളിൽ നമ്മുടെ ബെഡ്റൂമിലെ സോഫയമയാണ് കേട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് മടക്കാമെന്ന് വിചാരിച്ച് വേഗം പറക്കിയിടുവാണ്. ഇനി നമുക്ക് പോകാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കിച്ചണിലെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വേഗം ഡ്രസ്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ രാവിലേക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഗോതമ്പ് ദോശയാണ്. അപ്പോൾ കുട്ടി ദോശയാണ് ഉണ്ടാക്കിയാണ് കേട്ടോ. 2 കുട്ടി ദോശ ഉണ്ടാക്കിയിട്ട് തണുപ്പല്ലേ, അപ്പോൾ നമ്മൾ റാപ്പ് ചെയ്തിട്ടാണ് കൊടുക്കണത്. പിന്നെ കുറച്ച് സോസേജ് വറുത്തിട്ടുണ്ട്. പിന്നെ ചട്നി ഇന്നലെ അരച്ച് വെച്ചായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ കാച്ചിയിട്ടുണ്ട്. കാച്ചിൽ എപ്പോഴും രാവിലെയാണ് ചെയ്യുക. അപ്പോൾ ചൂടോടെ തന്നെ നമുക്ക് ആ ചട്നി ഫ്രഷായിട്ട് കിട്ടുമല്ലോ. പിന്നെ അത് ബോക്സിലാക്കി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സ്കൂളിൽ പോയി വന്നതിന് ശേഷം ഉച്ചയ്ക്കാണ് കേട്ടോ ഇത്. ഇപ്പോൾ എടുക്കണ ഈ കണ്ട വീഡിയോ ഉച്ചയ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസിനുള്ള അതുപോലെ തന്നെ ബഹ്റിൻ്റേക്കുള്ള പ്രിപ്പറേഷൻസാണ്. അപ്പോൾ ക്രിസ്മസിന് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുള്ളൊരു കാർഡായതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ ഫോട്ടോ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് ഹെയർ ബോസ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലിപ്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റഫാണ്. ഫോം ഷീറ്റ്, അതുപോലെ തന്നെ പിന്നെ സ്റ്റിക്ക്, ഗ്ലൂ, അങ്ങനത്തെ കുറച്ച് ആക്സസറീസ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്കിഷ്ടമുള്ള ഡിസൈനൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് യൂട്യൂബ് നോക്കിയിട്ട് ഇപ്പോൾ ഉണ്ടാക്കാമല്ലോ, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ ഇത് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഹെയർ ബോം വയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതാണ് കേട്ടോ ക്ലിപ്സ് ഉണ്ടാക്കിയത്. നമ്മൾ സാറ്റൻ വെച്ചിട്ട് ഉണ്ടാക്കിയ ക്ലിപ്സാണ്. ആലിഗേറ്ററുമേയാണ് കേട്ടോ ഇത് ഫിറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് ഹെയർ ബോൻ്റെ മുടി കെട്ടിയതിന് ശേഷം വെക്കാനായിട്ടാണ്. അപ്പോൾ ഇത് മക്കൾക്ക് 3 പേർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് ഇനിയിപ്പോൾ വൈറ്റ് ഡ്രസ്സ് ഇടാനുണ്ട് ക്രിസ്മസ് കാരനുള്ള സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. പിന്നെ നാളെ ബഹ്റിൻ്റെ സെലിബ്രേഷനാണ്. അപ്പോൾ വൈറ്റ് ആൻഡ് റെഡ് ആണ് കേട്ടോ ഇവിടെ കോമ്പിനേഷൻ. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് റാമീസിലേക്കാണ്. റാമീസിൽ സാധാരണ ഈ നാഷണൽ ഡേ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ അത്യാവശ്യം നല്ല വൈറ്റ് ആൻഡ് റെഡിന് കുറേ കളക്ഷൻസ് ഉണ്ടാവും. നമ്മൾ 2 വർഷം മുന്നത്തെ വീഡിയോയിൽ ഇതേപോലത്തെ സെയിം സ്ഥലത്ത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് എടുത്ത ഡ്രസ്സുകളൊക്കെ ടൈറ്റായിട്ട്, അപ്പോൾ അതുകൊണ്ട് വേറൊരു സെറ്റ് വാങ്ങാനായിട്ട് പോയി. പിന്നെ അവിടുന്ന് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വാങ്ങി. അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറേ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു, നല്ല ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങി. പിന്നെ ബീറ്റ്റൂട്ടാണ് കേട്ടോ വാങ്ങി. ബീറ്റ്റൂട്ട് നല്ല ഫ്രഷ് ബീറ്റ്റൂട്ടാണ്, പക്ഷെ ഭയങ്കര ചെറുതായിരുന്നു. കുഞ്ഞു ബീറ്റ്റൂട്ടാണ്. അതിൽ ഏറ്റവും കുറച്ച് വലുപ്പം നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ കൂർക്കയേക്കാളും കുറച്ചും കൂടി വലിപ്പം. ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്നേക്കാളും സൈസ് ചെറുതാണ്, കുഞ്ഞിതാണ്, തീരെ ചെറുതാണ്. ഒരു വെളുത്തുള്ളിയൊക്കെ ഇല്ലേ, അതേപോലത്തെ അത്രയും ചെറുതാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് ചെറുതും പിന്നെ കുറച്ച് മീഡിയം സൈസൊക്കെ നോക്കി എടുത്തു. പിന്നെ ഞങ്ങൾ വന്ന് കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻസ് വാങ്ങിയായിരുന്നു. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ക്രിബ് ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ക്രിബിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ എൻ്റെ സ്കൂളിലത്തെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. ഞങ്ങളുടെ ഓൾറെഡി സെലിബ്രേഷൻ കഴിഞ്ഞു, ഞങ്ങൾക്ക് സ്കൂൾ അടച്ചു കേട്ടോ. പക്ഷെ മക്കൾക്ക് ഇനി ഒരാഴ്ചയും കൂടി ഉണ്ട്, അവരുടെ സ്കൂൾ അടയ്ക്കാൻ കുറച്ച് ദിവസം കൂടി എടുക്കും. അപ്പോൾ ഇത് അവിടെ ഞങ്ങളുടെ സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷന് എടുത്ത കുറച്ച് ഫോട്ടോസാണ്. അതുപോലെ തന്നെ ബഹ്റൈൻ ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 2 ദിവസമായിട്ടായിരുന്നു. ഒരു ദിവസം നാഷണൽ ഡേയുടെ സെലിബ്രേഷൻ ആയിരുന്നു, പിന്നത്തെ ഒരു ദിവസം ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അങ്ങനെ 2 ദിവസത്തെ സെലിബ്രേഷനായിട്ട് കഴിഞ്ഞു. ഇന്നിപ്പോൾ മക്കൾക്ക് സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഹെയർ ബോക്ക് വെച്ചിട്ട് മൂത്ത ആൾ മുടിയുടെ അവൾ പോണിറ്റെയിൽ ഹൈ പോണിയുടെ ബാക്കിലാണ് കേട്ടോ ക്ലിപ്പ് വെച്ച് വാങ്ങണം. അങ്ങനെ അവർ സ്കൂളിൽ പോയി വരുമ്പോഴത്തേക്കും അവർക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കോൺ വാങ്ങിയായിരുന്നു. ഞാൻ സ്വീറ്റ് കോൺ ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ ചുട്ട് കഴിച്ചിട്ടുണ്ട്, മസാലയൊക്കെ തേച്ചിട്ട്, പക്ഷേ ഇതിങ്ങനെ കുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിന്നൊരു സൂപ്പ് രൂപത്തിൽ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്താണ്. ഇത് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി ലാവിഷായിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു, വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട്. ഇതിപ്പോൾ കോൺ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കോണും ബട്ടറും പെപ്പറും ഒക്കെ യൂസ് ചെയ്ത് നമ്മളൊരു സൂപ്പ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു, പിള്ളേർക്കൊക്കെ ഇഷ്ടമായി. ഞാൻ കുറച്ച് മധുരം കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സെക്രട്ടറി ചേർച്ച് മനാമയിൽ ഉണ്ടാക്കിയ ക്രിബാണ്. അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട്, എല്ലാവർക്കും നല്ല റിവ്യൂ ആണ്.
നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. കുറേ നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ക്രിസ്മസ് നന്നായി വരട്ടെ. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. പിന്നെ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബെൽ ബട്ടണും പ്രസ് ചെയ്തേക്കണേ.